മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് സ്വാഭാവിക നടപടിയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് ആലപ്പുഴ സൌത്ത് പോലീസ് റിപ്പോർട്ട് നൽകി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ അനിൽ കല്ലിയൂരും സന്ദീപും നടത്തിയത് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ലാത്തിചാർജ് മാത്രമാണെന്നും പറയുന്നു. പരാതിയിൽ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് കോടതിയെ സമീപിക്കും. നമുക്ക് എന്തായാലും ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് അനിലിനും സന്ദീപിനും ക്ലീൻ ചിറ്റ് കൊടുത്തുള്ള പോലീസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ ആലപ്പുഴ നഗരത്തിൽ വെച്ച് ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും ചേർന്ന് ഒരു പ്രതിഷേധം ഉയർത്തുകയും ആ പ്രതിഷേധത്തെ തീർത്തും ക്രൂരമായ മനോഭാവത്തോടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് അടിച്ചമർത്തുകയുണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് ഞാനും അജയ് ജുവൽ കുര്യാക്കോസും 2 ദിവസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുകയുണ്ടായി. SP ആവശ്യപ്പെട്ടത് പ്രകാരം സൗത്ത് പോലീസ് റിപ്പോർട്ട് നൽകുകയുമുണ്ടായി. ആ റിപ്പോർട്ടിൽ ഇത് ഒരു സ്വാഭാവികമായ നടപടിയാണ് അംഗരക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് റിപ്പോർട്ടാണ് സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തിരിക്കുന്നത്. പോലീസ് SP കൊടുത്ത റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയ ശേഷമാണ് ഈ പറയുന്ന ഗൺമാനും ഈ സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള 4 സംഘവും വന്ന് ഞങ്ങളെ മർദ്ദിക്കുന്നത്. ഞങ്ങൾ ആ സമയം പോലീസിന് കീഴ്പ്പെട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവർ ഗൺമാന്റെ നേതൃത്വത്തിൽ വന്ന് ഞങ്ങളെ ആക്രമിക്കുന്നത്. അതെങ്ങനെയാണ് ഇവരുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയാൻ സാധിക്കുന്നത്? ലോക്കൽ പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്ത് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ റോഡിന്റെ സൈഡ് ചേർന്ന് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവർ വന്ന് മർദ്ദിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലെവിൻ കെ വിജയൻ, ഇപ്പോൾ അനിലിനും ഗൺമാനുമൊക്കെ ക്ലീൻ ചിറ്റ് കൊടുത്ത പോലീസ് റിപ്പോർട്ടാണ് പുറത്തു വന്നത്. എന്താണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ലെവിൻ? അരുൺ, ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ്, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. 15-നാണ് ആലപ്പുഴയിൽ നവകേരള സദസ്സ് യാത്ര നടക്കുന്നതിനിടെ KC യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള അജയ് ജുവൽ കുര്യാക്കോസിന്റെയും AD തോമസിന്റെയും നേതൃത്വത്തിലുള്ള പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കുന്നത്. തുടർന്ന് പോലീസ് ഇവരെ പ്രതിഷേധക്കാരെ മാറ്റുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള സന്ദീപും ഇവരെ വന്ന് മർദ്ദിക്കുന്നത്. അനിൽ കല്ലിയൂരിന്റെ ലാത്തി കൊണ്ടുള്ള അടിയിൽ സന്ദീപിന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും അരൂർ CI സാബുവിന്റെ കൈക്ക് പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് നേതാവായ അജയ് ജുവൽ കുര്യാക്കോസിന്റെ കൈക്ക് എല്ലിന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ 16-ന് തന്നെ ആലപ്പുഴ സൗത്ത് പോലീസിലും അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിക്കും ഈ പ്രതിഷേധക്കാർ പരാതി നൽകി. അജയും തോമസും പരാതി നൽകി. എന്നാൽ ഈ പരാതിയിൽ ഇത്ര ദിവസം പിന്നിട്ടിട്ടും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആലപ്പുഴ സൗത്ത് SHOയ്ക്ക് റിപ്പോർട്ട് തേടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SHO റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് 15-ന് നടന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സ്വാഭാവിക നടപടി മാത്രമാണ്. മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും സുരക്ഷയെ കരുതി സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമാവുകയായിരുന്നു ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും. ലാത്തി ചാർജ് മാത്രമാണ് അവിടെ നടന്നത്. അനിൽ കല്ലിയൂരും സന്ദീപും നടത്തിയത് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ലാത്തി ചാർജ് ആണെന്നും അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ ഇതുവരെയും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 16-ന് പരാതി നൽകിയെങ്കിലും സൗത്ത് പോലീസ് ഇതുവരെ ഈ പരാതിക്കാരുടെ പരാതിയിന്മേൽ FIR ഇടുകയോ പോലീസുകാരെ പ്രതി ചേർക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ പ്രതിഷേധക്കാരായിട്ടുള്ള KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ തന്നെ ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും. ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നും ഇവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നാളെ കോടതി നടപടികളുമായി മുന്നോട്ട് പോകും. നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു അന്യായം ഉണ്ടായിട്ട് നീതി ലഭിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണ് വേണ്ടി വന്നാൽ നിയമ നടപടിക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോയി ഇത്തരത്തിൽ എന്തായാലും ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് ഗൺമാനും ഒപ്പമുണ്ടായിരുന്ന സന്ദീപിനും ഒക്കെ.
അനിലിനും ക്ലീൻ ചിറ്റ്, സന്ദീപിനും ക്ലീൻ ചിറ്റ് എന്നതാണ് പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ മർദ്ദനമേറ്റവർ. അജയ് ജുവൽ, കുര്യാക്കോസും AD തോമസും.